സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഡ്രസ്സിങ്ങിൽ ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എന്നിൽ നിന്ന് പോയിട്ടില്ല. ഇനി ആരെന്തൊക്കെ പറഞ്ഞാൽ അത് പോകത്തു. മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, നമ്മൾ മരിച്ചു പോയിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് സുധിച്ചേട്ടൻ ഇപ്പം സുധിച്ചേട്ടൻ്റെ സോള് സന്തോഷിക്കുന്നുണ്ടാവാം. വിഷു ഷൂട്ടിന്റെ ഫോട്ടോസാണ്. വാവ്, പൊളി. വയറ് കാണിച്ചാണോ എക്സ്പോസ്? ചെയ്തിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ കംഫർട്ടബിലിറ്റിയിലുള്ള ഒരു എക്സ്പോസിങ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിനനുസരിച്ച് അല്ലെ ആ ഒരു ഫോട്ടോഷൂട്ടിനനുസരിച്ച് എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഞാൻ ചെയ്യും. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടിന് സമ്മതിക്കുമായിരുന്നോ? സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുധിച്ചേട്ടൻ ഇല്ലല്ലോ. പിന്നെ സുധിച്ചേട്ടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നത് എവിടെ ചെന്ന് വിൽക്കാനാ ഞാൻ? എനിക്ക് ഇൻസ്റ്റയെന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒരു വരുമാനവും കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ ഇടും ഇതൊട്ട് ഒരിക്കലും മാറ്റത്തില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഇടണോ? രേണു സുധി മാറ്റുന്നില്ല. എൻ്റെ ശരീരം, എൻ്റെ ഡ്രസ്സ്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, എൻ്റെ ശരീരത്തിന് യോജിക്കുന്ന ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അതിപ്പം മറ്റുള്ളവരുടെ കണ്ണി കുരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ പറയുന്ന ഡ്രസ്സ് അവരിടുവോ? അപ്പോൾ എനിക്കിഷ്ടമുള്ള ഡ്രസ്സല്ലേ ഞാൻ ഇടുന്നത്. സുധിച്ചേട്ടനുള്ളപ്പം ഞാൻ ഇതുപോലെ അല്ലെങ്കിൽ ഇത്രയുള്ള ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് പറയാനുള്ളത്, എന്നെ ഇനിയും ഫോട്ടോഷൂട്ടിന് ആര് വിളിച്ചാലും ഞാൻ ചെയ്യും. നെഗറ്റീവ് കമന്റ്സ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനെ നോക്കും, നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു സൈക്കോ പോലായിപ്പോയി. സന്തോഷമാണ് ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്നത്. ഓ, ഇത് നെഗറ്റീവ് ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് അതിനകത്തൊരു കമന്റ്, വിദഗ്ധരൊന്നും വന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറയുന്നത്. ഋതുക്കുട്ടന് ഇപ്പോഴും അച്ഛനെ തിരക്കാറുണ്ടാവും. അവനറിയാടാ മരിച്ചു പോയെന്ന്. അമ്മ എനിക്ക് അറിയല്ലേ കേട്ടോ, അമ്മ ഞാൻ തന്നെ അച്ഛൻ, ഞാൻ തന്നെ സുധി, കരയരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ വിഷമിക്കുമ്പോൾ പിന്നെ വിഷമിച്ചിട്ട് എന്നാ കാര്യം, എന്നെ പ്രയോജനം. ചേച്ചിയെ മനഃപൂർവ്വം മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നട്ടാക്കുരക്കാത്ത കള്ളങ്ങളും വൃത്തികേടും. മരിച്ച സുധിച്ചേട്ടൻ എഴുന്നേറ്റ് വന്ന് അവന്റെ ചെവിക്കല് പറിച്ചടിക്കും. അതുപോലത്തെ അമ്മാതിരി വൃത്തികേട്. ഞാൻ ഐശ്വര്യ റോയ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അഭിനയിക്കണ്ടേ? എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാതിരിക്കണം. അതെന്റെ ഇഷ്ടമല്ലേ? ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? അവനൊരു അഭിപ്രായം പറയാറില്ല. അഭിപ്രായം പറയാനോ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ചെയ്യാനോ ഒന്നും. അങ്ങനെ ഓരോരുത്തർ പറയും, നീ ഇത്രയും മകൻ സപ്പോർട്ടുണ്ട്, അവൻ എന്തിനാണ്, അവൻ ലൈക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, കമന്റ് ചെയ്യുന്നില്ലല്ലോ കിച്ചു. ഞാൻ ചോദിക്കട്ടെ, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്തിനാ? സോഷ്യൽ മീഡിയ കാണിച്ചോണ്ടാണ് ബന്ധം. അതാണ് ബന്ധം. ഇപ്പൊ ഞങ്ങൾക്ക് സൗകര്യമില്ല അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ബന്ധം കാണിക്കാൻ. എനിക്ക് സുധിച്ചേട്ടൻ അത് അന്ന് എനിക്ക് കൊണ്ട് തന്ന കിച്ചു ഇന്നും എൻ്റെ കിച്ചു തന്നെയാണ്. അവന്റെ അമ്മ ഞാനാണെന്ന് അവനും അറിയാം, എനിക്കും അറിയാം. ചുമ്മാ ഒന്നും ആരും കയറി അമ്മയെന്നൊന്നും വിളിക്കാറില്ലല്ലോ. ഈ ഫോട്ടോഷൂട്ടൊക്കെ ഭയങ്കരമായിട്ട് വൈറലാവുന്നു, അതിനെതിരെ കമന്റ് വരുന്നു, അതിനെ പറ്റി എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഫോട്ടോഷൂട്ട് ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ താല്പര്യമാണ് ഫോട്ടോഷൂട്ട് ചെയ്യണോ വേണ്ടിയോ എന്ന്. നമ്മളെ ഒരു എന്താ പറഞ്ഞ ആൾക്കാർ വിളിച്ചാൽ ഫോട്ടോഷൂട്ട്. ഇപ്പം എന്നെ മിക്കതും വിളിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവർ ഫോട്ടോഗ്രാഫറിനെ അവർ തന്നെ പറഞ്ഞു വെച്ചിട്ട് നമ്മളെ വിളിക്കും. നമ്മളെ വിളിച്ച് നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇന്ന ദിവസം പറഞ്ഞ് ഡേറ്റ് തന്നിട്ട് നമ്മൾ അവിടെ പോയി അവരാണ് ഡ്രസ്സും കോസ്റ്റ്യൂംസ് എല്ലാം അവർ തന്നെയാണ് നമുക്ക് ചെയ്യണത്. അതാണ് ഫോട്ടോഷൂട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. അവരുടെ ചിലപ്പോൾ അവരുടെ ഷോപ്പിനും ബ്യൂട്ടി ഷോപ്പിന് വേണ്ടിയിട്ടായിരിക്കും, പിന്നെ അല്ലെങ്കിൽ അവരുടെ മേക്കപ്പിന് വേണ്ടി അതൊക്കെ. അപ്പം എനിക്ക് പറയാനുള്ളത്, എന്നെ ഇനിയും ഫോട്ടോഷൂട്ടിന് ആര് വിളിച്ചാലും ഞാൻ ചെയ്യും. നെഗറ്റീവ് കമന്റ്സ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല? നെഗറ്റീവ് കമന്റ്സ് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പം ഞാൻ കാണുന്നുണ്ട്, ഇതൊക്കെ കണ്ട് ചിരിച്ച് ആസ്വദിക്കാറുണ്ട്. കാരണം നേരത്തെയൊക്കെ ഇത് കാണുമ്പോഴത്തേനും എന്താ ഇവരിങ്ങനെ, ഇപ്പം ഇങ്ങനെ നോക്കും, നെഗറ്റീവ് ഉണ്ടെങ്കിൽ സൈക്കോ പോലായിപ്പോയി. സന്തോഷമാണ് ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്നത്. ഓ, ഇത് നെഗറ്റീവ് ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് അതിനകത്തൊരു കമന്റ്, വിദഗ്ധരൊന്നും വന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറയുന്നത്. നീ എന്നെ അടിക്കോപ്പയെ കാണിക്കുന്ന മറിച്ചോളെ എന്ന് പറഞ്ഞ ഇവന്മാര് PM-ലും വരും. ഞാൻ റെസ്പോൺസ് ചെയ്യാത്തോണ്ടേ തിരിച്ച് വഴക്ക് പിടിക്കും. ഞാനെനിക്ക് പോരും. സീരിയസ് ആയിട്ട് വഴക്ക് കാണാനായിട്ടുണ്ടോ? അതായത് എക്സ്ട്രീം, അതായത് DM-ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ? പ്രൈവറ്റ് ഇല്ല, അങ്ങനെ എന്നെ നേരിട്ട് കാണുന്ന ആരും ഇന്നീ നിമിഷം വരെ ദൈവം സഹായിച്ച് ഒരു നെഗറ്റീവ് എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്നീ നിമിഷം വരെ പറഞ്ഞിട്ടുമില്ല. ബോഡി ഷേമിങ് എന്നോട്ട് നടത്തിയിട്ടുമില്ല. പക്ഷെ ക്യാമറയിലൂടെ കാണുന്ന മിക്കവരും എന്നെ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ബോഡി ഷേമിങ്ങിന്റെ ഒരു അപാര വേർഷൻ എന്നൊക്കെ പറയത്തില്ല, ആ സാധനമാണ് ഇപ്പൊ ഞാൻ. എന്ത് ചെയ്താലും ബോഡി ഷേമിങ്, എന്ത് ചെയ്താലും ഓന്ത്, പല്ലി, അരണ, പിന്നെന്തുവാ എലി,
എന്നെ കണ്ട പിന്നെന്താ ഫിൽറ്റർ ഇട്ടവളെ, പിന്നെന്തുവാ, പിന്നെ പറയാൻ പറ്റത്തില്ലാത്ത അശ്ലീലങ്ങളാണ്. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അതുപോലെ ചേച്ചി ഇപ്പൊ കുറെ അധികം ഒരു 3 സിനിമയോളം കമ്മിറ്റ് ചെയ്തു, ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. തീർച്ചയായും. ഇപ്പം എനിക്ക് തോന്നുന്നു സുചേട്ടൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവുമല്ലോ, കാരണം അല്ലെ, എന്താ ചേച്ചി തോന്നുന്നത്? തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ടാവാം. അതെ, മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, നമ്മൾ മരിച്ചു പോയിട്ടില്ല. സോ എന്തായാലും എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് സുചേട്ടൻ ഇപ്പം സുചേട്ടൻ്റെ സോള് സന്തോഷിക്കുന്നുണ്ടാവാം. ഉണ്ടാവും. കാരണം ആ ഒരു ഒരുമിച്ച് ജീവിക്കുന്ന ടൈമിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ നീയും ട്രൈ ചെയ്യൂ എന്നൊക്കെ? ഞാൻ ഡാൻസ് കളിക്കുന്നതൊക്കെ സുചേട്ടൻ അറിയാം. അതുപോലെ സുചേട്ടനോട് കൊസു TV എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ലോക്ക്ഡൌൺ ടൈമിൽ. 4 വർഷം ആയില്ലെന്ന് തോന്നുന്നല്ലേ. ആ സമയത്ത് ചേട്ടൻ്റെ കൂടെ 4 വെബ് സീരീസിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എന്നെ അറിയില്ല ആർക്കും. പിന്നെ അതുപോലെ സ്കൂളിൽ ഡാൻസ് കളിക്കുമായിരുന്നു. സുധിച്ചേട്ടൻ്റെ കൂടെ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ ഫാമിലി ആയിട്ട് വന്നപ്പം സുധിച്ചേട്ടനാണ് നിർബന്ധിച്ച് വാവട്ടെ ഒരു ഡാൻസ് കളിക്കണം. കിച്ചു ഉണ്ടായിരുന്നു, സുധിച്ചേട്ടൻ, ഋതപ്പൻ കുഞ്ഞായിരുന്നു. ആ വേദിയിൽ സുധിച്ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഡാൻസ് കളിച്ചത്. ഞാൻ പറഞ്ഞ കളിക്കേട്ടാ, ഞാൻ കളിച്ചു. എന്നിട്ട് സുധിച്ചേട്ടൻ ഒരു വാക്കും കൂടെ പറഞ്ഞു, റിവൈൻഡ് ചെയ്താൽ കിട്ടുമായിരിക്കും അത് ചിലപ്പം, അത് ഇനി എടുത്തോന്ന് അറിയത്തില്ല. അന്നേരം പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഏത് പാട്ടായിരുന്നു. വാവുട്ടയ്ക്ക് എന്ത് പാട്ട് ഇട്ട് കൊടുത്താലും അവള് കളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കാരണം ചേട്ടൻ പറഞ്ഞു, ഞാൻ ചേട്ടനെ അവിടെ ഇരുത്തിയിട്ട് ചേട്ടൻ എൻ്റെ ഡാൻസ് കാണാൻ പറയും. അത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് പോലും അങ്ങനെ. അപ്പൊ സുചേട്ടൻ കുറെ മിനിറ്റ് വാവട്ടെ അടുത്തടി ഇല്ലില്ല, ഇവിടെ ഇരുന്നോണം കണ്ടോണം ഡാൻസ് എന്നൊക്കെ ഞങ്ങൾ സ്നേഹിച്ചോണ്ടിരുന്ന സമയത്ത് മെർമെയ്ഡ് ഹോട്ടലിലൊക്കെ ഞാൻ സുചേട്ടനെ കാണാൻ പോവായിരുന്നു. കല്യാണത്തിന് മുന്നേ സ്നേഹിച്ചോണ്ടിരുന്ന സമയത്ത് കിച്ചുവിനെ സുചേട്ടനെ കാണാൻ ഞാൻ പോവായിരുന്നു. അപ്പൊ മെർമെയ്ഡ് ഹോട്ടല്, റിയാൻ ഹോട്ടലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. സുചേട്ടനെ കാണാൻ പോയിട്ടുണ്ട്, കിച്ചുവിനെ. അപ്പം അന്നൊക്കെ കിച്ചു കിടന്നുറങ്ങുമ്പോൾ സുചേട്ടനെ തോണ്ടി വിളിച്ച്, സുചേട്ടൻ ഒരു ഡാൻസ് കാണണം കേട്ടോ. എന്റെ ദൈവം, എന്നെ ഒന്ന് ഉറക്കുക കുട്ടേന്ന് പറയും. കാരണം നിർത്തി ഡാൻസ് കളിക്കും ഞാൻ. അപ്പൊ അന്നും എനിക്ക് സുചേട്ടൻ അറിയായിരുന്നു ഞാൻ ഡാൻസ് കളിക്കുമെന്ന് അറിയായിരുന്നു. സുചേട്ടനോട് അഭിനയിച്ചിട്ടും ഉണ്ട്. പിന്നെ എന്താണ് ഇവർക്ക് കുഴപ്പമൊന്നും എനിക്കറിയുന്നില്ല. അതേപോലെ ഇതിവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ചേച്ചിനെ വാവക്കുട്ടി എന്ന് ആ പേരെടുത്ത് വിളിക്കുമ്പോൾ തന്നെയാണ് സുചേട്ടൻ ട്രീറ്റ് ചെയ്തതെന്നുള്ളത്. എന്താ പറയാ, ചേച്ചിക്ക് എന്താ പറയുന്നത്, കുക്ക് ചെയ്യേണ്ട പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? അത് ഇപ്പൊ ഞാനല്ലോ അത് പറഞ്ഞു, എന്റെ വീട്ടുകാരല്ലേ പറഞ്ഞ, സത്യമാണ്. കാരണം സുധിച്ചേട്ടനെ ഭയങ്കര മിസ് ചെയ്യുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, നമുക്കൊരു ആഹാരം, ഞാനിപ്പോ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യമാരാണ് അവർക്ക് ആഹാരം എടുത്ത് കൊടുക്കേണ്ടത്. അല്ല സോറി, അത് തന്നെ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരാണ് ആഹാരം. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയും, കിച്ചുവിനും അതറിയാം, നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങോട്ട് പറയാം, സുധിച്ചേട്ടൻ ഞാൻ ആഹാരം എടുത്ത് വിളമ്പിത്തരാം. ഔട്ട് എന്തി പറയണേ, ഞാൻ വിളമ്പിത്തരാം, അല്ലെങ്കിൽ പിണങ്ങും പുള്ളി. അപ്പൊ ഞാൻ ഇരുന്നാ മതി, കൈ കഴുകിയിട്ട് ഇരുന്നാ മതി. ആള് ചോറ്, മീന്, എന്തൊക്കെയുണ്ട്, സ്പെഷ്യൽ കറി എല്ലാം കിച്ചുവിനും എൻ്റെ വീട്ടുകാർക്ക് അറിയാവുന്ന സ്പെഷ്യൽ കറികൾ ഉണ്ടാക്കി എനിക്കും കിച്ചുവിന് ആദ്യം കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് ആദ്യം തരും. ഞങ്ങൾക്ക് 2 പേർക്കും എൻ്റെ വീട്ടുകാർക്ക് വിളമ്പി തന്നിട്ടാണ് അദ്ദേഹം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു, സുചേട്ടൻ കഴിക്കണില്ലേ? കഴിക്കുമ്പോട്ടെ, കുറച്ച് കഴിയട്ടെ കേട്ടോ. ഇത് കൊല്ലത്തെ വീട്ടുകാർക്കും അറിയാം. ഏട്ടനെല്ലാം ഉണ്ടാക്കും, ഭയങ്കര താല്പര്യമാണ് അങ്ങനെയൊക്കെ. രാവിലെ 6 മണിയാകുമ്പോഴത്തേന് ചിലപ്പോൾ എനിക്ക് കാപ്പി കൊണ്ട് തന്നിട്ട് ബിസ്ക്കറ്റ് പൊട്ടിച്ചു തരും. ഓട്ടോ കഴിക്കും കേട്ടോ. മരിക്കുന്നതിന് പോകുന്നിടത്ത് ഇങ്ങനെ തന്നെയാണ് കാപ്പി. ഇപ്പൊ ഷൂട്ട് ലേറ്റ് ആണെങ്കിൽ ഓട്ടോ ഞാൻ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് വരുന്നേ ഉള്ളായിരിക്കും. ഒന്നും ചെയ്യിക്കൂല എന്നെ കൊണ്ട്. അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമല്ലായിരുന്നു. അത് മിസ് ചെയ്തപ്പം ഭയങ്കര എന്താ പറയാ, അത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കരയത്തില്ല, അതാണ് കാര്യം. മറ്റുള്ളവരുടെ മുന്നിൽ കരയത്തുമില്ല, ഒന്നുമില്ല. കാരണം കരഞ്ഞാൽ അത് അഭിനയമാണെന്ന് പറയുന്ന മനുഷ്യരാണ്, ബോൾഡ് ആയാൽ അത് അഹങ്കാരമാണെന്ന് പറയുന്ന മനുഷ്യരാണ്. 2 തരത്തിലുള്ള മനുഷ്യരാണ്. പിന്നെ ഒരു എന്താ പറയാ, 10% പേരെങ്കിലും നമുക്ക് സപ്പോർട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. നെഗറ്റീവിനേക്കാളും കൂടുതൽ എനിക്ക് സപ്പോർട്ട് കിട്ടുന്ന, നെഗറ്റീവ് പറഞ്ഞോട്ടെ, പക്ഷെ ആ സപ്പോർട്ട് കിട്ടുന്ന ഭാഗത്തേക്കാണ് എൻ്റെ ഒരു ചായ്വ്. സോ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വാവക്കുട്ടയെ ഇങ്ങനെയാണ് വിളിക്കണത് ഏട്ടൻ. എനിക്കിപ്പോഴും ആ ഒരു എന്താ പറയാ, എന്നെ സംബന്ധിച്ച് അദ്ദേഹം എന്നിൽ നിന്ന് പോയിട്ടില്ല. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും അത് പോകത്തുമില്ല. ഋതുക്കുട്ടന് ഇപ്പോഴും അച്ഛനെ തിരക്കാറുണ്ടാവും? അവനറിയാടാ മരിച്ചു പോയെന്ന്. അവൻ എന്നോട് പറയാം, അമ്മ ഇന്നാണോ ഇന്നലാണോ എൻ്റെ അടുത്ത് പറഞ്ഞ, അമ്മ വിഷമിക്കരുത്. കാരണം ഞാൻ ആരുടെ മുന്നിൽ കരയാറില്ലെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ചു മുന്നേ ഞാൻ അമ്മ എങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേ ഭയങ്കര, കുട്ടിയോട് പറഞ്ഞില്ല അമ്മ, എനിക്കത് വിഷമമായി. അതാണ്. അപ്പം അമ്മ ഇനി കരയല്ലേ കേട്ടോ, അമ്മ ഞാൻ തന്നെ അച്ഛൻ, ഞാൻ തന്നെ സുധി, കരയരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ വിഷമിക്കുമ്പോൾ പിന്നെ വിഷമിച്ചിട്ട് എന്നാ കാര്യം, എന്നെ പ്രയോജനം. പിന്നെ വലിയൊരു അത്ഭുതം പറയാനുള്ളത്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ആ വീട്ടിൽ, ഏട്ടൻ മരിച്ച വീട്ടിൽ വെച്ചിട്ട് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. കാരണം അദ്ദേഹം അവിടെ നിന്നാണല്ലോ പോയത്, അദ്ദേഹത്തിന്റെ അവസാനം അവിടെ നിന്നല്ലേ.
സോ ഈ വീട്ടിൽ സുധീലയത്തിൽ വന്നിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടേ ഇല്ല സൂചേട്ടനെ. അപ്പം ഈ ഫോട്ടോ കണ്ടോ പുറകെ ഇരിക്കുന്നത്, ഇത് മെയിൻ ഫോട്ടോ ആണ് സൂചേട്ടൻ മാലയിട്ട് വെച്ച്. ഒരു ദിവസം ഒരു മാസത്തിന് മുന്നേ ഞാൻ ഇത്രയും ദിവസമായിട്ട് സൂചേട്ടൻ സ്വപ്നം കാണുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയതാണോ തോന്നിച്ചാണോ അറിയില്ല. ഞാൻ കുറച്ച് ചന്ദനം എടുത്തിട്ടേ എൻ്റെ മനസ്സിൽ തോന്നി, അങ്ങനെ എനിക്കറിയില്ല, ചെയ്യാവോ ഒന്നും അറിയില്ല. ഞാൻ ആ നെറ്റിൽ തൊട്ട് കേട്ടോ, ഒരു ഉച്ച സമയമാണേ, ചുമ്മാ ഒരു രസം തോന്നി തൊട്ടിട്ട് ഞാൻ ആ മുറിയിൽ പോയി കിടന്നു. ഉച്ച സമയം എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നു. ഇത് കാര്യം എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ ഒന്ന് പരീക്ഷ നോക്കട്ടെ, ചന്ദ്രൻ ഒന്നും കൂടെ തൊട്ട് നോക്കട്ടെ, ചിലപ്പോ വന്നാലോ. ചേച്ചി എനിക്ക് തോന്നുന്നു ചേച്ചി ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കൂടെ ഉണ്ടെന്ന് തന്നെയുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. കൂടെ ഉണ്ട്, എവിടെ പോകാനാ, എന്നെ വിട്ടിട്ട് ഈ പരിസരം വിട്ട് പുള്ളി പോകത്തില്ലെന്നേ. എവിടെയാലും എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ. ഞങ്ങൾ ടമാർപ്പടാലും ഞാനും കിച്ചുമൊക്കെ പണ്ട് പോകുമ്പോഴേ, ഞങ്ങൾ പോകുമ്പോഴത്തേന് ആള് ഷൂട്ടിലാകുമ്പോഴത്തേനും ഷൂട്ടിങ് സമയത്ത് ഇങ്ങനെ ഞങ്ങളെ നോക്കുന്നത്, ഞങ്ങൾ അവിടെ ഇരിപ്പുണ്ടോ. ബ്രേക്ക് ടൈമിൽ അവർക്ക് സെലിബ്രിറ്റീസിന് ചായ നമുക്ക് തരും, പക്ഷെ ഇവർക്ക് ഫസ്റ്റ് ചായ കൊടുക്കും, ബിസ്ക്കറ്റുമായിട്ട് ഇറങ്ങും. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. എങ്ങോട്ടാ ഓടുന്നറിയാം, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും തരാം. എന്താ ചോദിച്ചിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റിയതാണ്, ചുറ്റിപ്പറ്റി. ഓട്ടെ എന്തെങ്കിലും വേണോ, കിച്ചൂട്ട എന്തെങ്കിലും വേണോ, അന്ന് ഋതുക്കുട്ടനില്ല, എന്തെങ്കിലും വേണോ ഓട്ടാ. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഋതുവിൻ്റെ ഭാഗ്യം കേട്ടോ, അവൻ ജനിച്ചപ്പോൾ തൊട്ട് എവിടെ പോയില്ലേ ഞാൻ കൊച്ചിനെ എടുത്തൊരു ഫോട്ടോ ഇല്ല. എവിടെയാണേലും ഋതപ്പനുണ്ട് സൂചിയുടെ കയ്യിൽ. ഇങ്ങനെ ഒരു ഭാഗ്യം കാണും, അല്ലെങ്കിൽ ഞാനൊന്നും എടുക്കത്തില്ല, ഋതപ്പനാണ് കയ്യിൽ. പക്ഷെ അവനതൊരു ഭാഗ്യമുണ്ട് കേട്ടോ, അവിടെ തലേന്ന് വരെ അവനെ ചുമന്നോണ്ട് എവിടെ പോയാലും എത്ര ക്ഷീണമാണല്ലോ അവനെ മടിയെന്ന് മാറ്റത്തില്ല. കാരണം അവൻ സമ്മതിക്കത്തില്ല. സൂചേട്ടൻ വെളിയിൽ ഷർട്ട് ഇട്ടുണ്ടെങ്കിൽ അവൻ കരഞ്ഞോണ്ട് ഓടും. അതിന് സൂചേട്ടൻ വല്ലയിടത്തൊക്കെ ഷർട്ട് ഊരി പോയിട്ട് ഷർട്ട് എടുത്ത് ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ പോകും. ഞാൻ ഈ മിറ്റം വരെ പോവാണ്, അപ്പം നോക്കുക ഷർട്ട് ഇല്ലല്ലോ, അപ്പം ദൂരെ പോകത്തില്ല. അങ്ങ് വഴി ചെന്നിട്ട് ഷർട്ട് ഇട്ട് കാറി കയറുന്നത്. ചേച്ചി അപ്പം ഷൂട്ടിന് ഇപ്പൊ പോകുന്ന സമയത്ത് ഋതുക്കുട്ടിനെ ആരാ നോക്കാറുള്ളത്? അപ്പ അമ്മയുണ്ടല്ലോ, എൻ്റെ ചേച്ചിയൊക്കെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. പിന്നെ സുധിച്ചേട്ടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. എവിടെ ചെന്ന് വിൽക്കാനാ ഞാൻ? എനിക്ക് ഇൻസ്റ്റയെന്നോ ഫേസ്ബുക്കിൽ ഒരു വരുമാനവും കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ ഇടും ഇതൊട്ടൊരിക്കലും മാറ്റത്തില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഇടണോ, രേണു സുധി മാറ്റുന്നില്ല. പറയുന്നവരോടെ പറഞ്ഞു മാറ്റത്തില്ല. രേണു സുധി അങ്ങനെ തന്നെ ഇരിക്കും, മാറ്റുന്നില്ല. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഡ്രസ്സിങ്ങിൽ ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ കാണിച്ച് നടക്കുന്നത്? ഇതൊന്നും ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് പറയുന്നത്. എന്താണ് അവരോട് എന്താ പറയാനുള്ളത്? എൻ്റെ ശരീരം, എൻ്റെ ഡ്രസ്സ്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, എൻ്റെ ശരീരത്തിന് യോജിക്കുന്ന ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അതിപ്പം മറ്റുള്ളവരുടെ കണ്ണി കുരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ പറയുന്ന ഡ്രസ്സ് അവരിടുവോ? ഇല്ലല്ലോ. അപ്പൊ എനിക്കിഷ്ടമുള്ള ഡ്രസ്സല്ലേ ഞാൻ ഇടുന്നത്. സുധിച്ചേട്ടനുള്ളപ്പം ഞാൻ ഇതുപോലെ അല്ലെങ്കിൽ ഇത്രയുള്ള ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? സുധിച്ചേട്ടൻ എനിക്ക് നല്ല നല്ല ഫാഷൻ ഡ്രസ്സുകൾ തന്നെയാണ്. കിച്ചുവിനും അറിയാലോ, കിച്ചുവിനും അറിയാലോ. സുധിച്ചേട്ടൻ എനിക്ക് നല്ല ഫാഷൻ ഡ്രസ്സുകൾ തന്നെയാണ് ഞാൻ മേടിച്ചു തരാറുള്ളത്. സുധിച്ചേട്ടൻ മേടിച്ചെന്ന ഡ്രസ്സ് ഇപ്പോഴും ഞാൻ കളഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരു ഡ്രസ്സും കളയാറില്ല, കാരണം എനിക്കതിന്റെ വില അറിയാം. എനിക്കാരും തരാനില്ല. ഇപ്പം ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഏട്ടൻ എനിക്ക് അന്ന് ഏട്ടനുള്ള സമയത്ത് നല്ല വിലയുള്ള ഡ്രസ്സ് തന്നെയാണ് വാങ്ങി തന്നിട്ടുള്ളത്. അന്ന് ഞാൻ നല്ല രീതിയിൽ ഇട്ടിട്ടുമുണ്ട്, അതിന്റെ കൊതി തീർത്തിട്ടും ഉള്ളവളാണ് രേണു. അല്ലാതെ സുധിച്ചേട്ടൻ മരിക്കാൻ നോക്കിയിരുന്നതല്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ. അതെന്താ, സുധിച്ചേട്ടൻ മരിച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞാണ് ലാസ്റ്റാണ് ഞാൻ അറിയുന്നത്. എന്റെ വിചാരം അപ്പോഴും അവിടെ മരണത്തോട് മല്ലിടുമ്പോഴും ഞാൻ ഉറങ്ങുമോ സുഖേട്ടൻ, എൻ്റെ ഏട്ടൻ വന്നോണ്ടിരിക്കും, ഏട്ടൻ ഉറങ്ങുമായിരിക്കും, ശല്യം ചെയ്യണ്ട, അല്ലെങ്കിൽ ഞാൻ വിളിച്ചേനെ. അതുപോലെ തന്നെ കിച്ചു ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? അവൻ ഒരു അഭിപ്രായം പറയാറില്ല. എന്ത് ഷൂട്ടിന് പോയാലും ഞാൻ അവനോട് പറയും, എടാ കിച്ചു ദാസേട്ടനുമായിട്ടൊരു ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ട്, അപ്പം ഇന്ന പോലെ നാളെയാണ് ഡേറ്റ്. ഓക്കെ അമ്മ, അല്ലേ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അവന് അതിനകത്ത് അഭിപ്രായം പറയാനോ, ഞാൻ അയച്ചു കൊടുക്കും, അഭിപ്രായം പറയാനോ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ചെയ്യാനോ ഒന്നും. അങ്ങനെ ഓരോരുത്തർ പറയും, നീ ഇത്രയും മകൻ സപ്പോർട്ടുണ്ട്, അവൻ എന്തിനാണ്, അവൻ ലൈക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, കമന്റ് ചെയ്യുന്നില്ലല്ലോ കിച്ചു. ഞാൻ ചോദിക്കട്ടെ, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്തിനാ? സോഷ്യൽ മീഡിയ കാണിച്ചോണ്ടാണോ ബന്ധം? അതാണ് ബന്ധം. ഇപ്പൊ ഞങ്ങൾക്ക് സൗകര്യം ഇല്ല അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ബന്ധം കാണിക്കാൻ. ഞാൻ അവന്റെ അമ്മയാണെന്നും അവൻ എൻ്റെ മോനാണെന്നും ഞങ്ങൾക്ക് തമ്മിൽ അറിയാം. സുധിച്ചേട്ടൻ അത് അന്ന് എനിക്ക് കൊണ്ട് തന്ന കിച്ചു ഇന്നും എൻ്റെ കിച്ചു തന്നെയാണ്. അവന്റെ അമ്മ ഞാനാണെന്ന് അവനും അറിയാം, എനിക്കും അറിയാം. ചുമ്മാ ഒന്നും ആരെയും കയറി അമ്മയെന്നൊന്നും വിളിക്കാറില്ലല്ലോ. ഇന്നും എന്നെ അമ്മ എന്നാണ് അവൻ വിളിക്കുന്നത്. അതിലൊരു സത്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തന്നെയാണ് സത്യം. എനിക്ക് അത് കൂടുതൽ ഇനി ഇതിനും പറയാനില്ല. ഏതെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടോ, അതായത് ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ ആ ഒരു ഷൂട്ട് ചെയ്യണ്ടായിരുന്നു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്ന് വരെ കിച്ചു എന്നോട് അമ്മ ആ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. പക്ഷെ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു,
അമ്മ ഈ ഷോർട്ട് ഫിലിമിന് അമ്മ എന്ത് അമ്മ ആ ക്യാരക്ടർ അതെന്ത് ആ കഥയൊന്നും എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു. രാത്രിയിലെങ്ങാണ്ട് വിളിച്ചു ചോദിച്ചു. ഞാൻ പിന്നെ കഥ സ്റ്റോറി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആയിരുന്നല്ലേ അമ്മ, എനിക്കത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. റിപ്ലൈ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം കശി ഇങ്ങനെ ഓടിച്ച് കണ്ടതായിരുന്നു. അമ്മ അതിന്റെ ക്യാരക്ടർ, അപ്പൊ അമ്മയാണോ കൊല്ലുന്നത്? അപ്പൊ അമ്മ സ്നേഹിച്ച ആളല്ലേ അത്, അപ്പൊ എന്തിനാ അമ്മ അയാളെ അല്ലേ കൊല്ലേണ്ടത്, അയാളല്ലേ ചതിച്ചത്? കഥ ചോദിക്കുക. ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തവന്. ഇങ്ങനെയായിരുന്നല്ലേ കഥ. ഇല്ല, അതായത് കിച്ചു ഇങ്ങനെ പറയാറുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് പറയുന്ന കമന്റ്സ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്റെ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന എന്റെ പുണ്യാള സത്യം, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു, എന്തിനാണ് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈ കേൾക്കുന്ന നെഗറ്റീവിലൂടെ ഒക്കെ പിടിച്ച് കയറി അങ്ങോട്ട് പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണോ ചേച്ചി ഈ അത്രയും കടന്ന് നോക്കിക്കൊണ്ടിരിക്കണേ? ഒരിക്കലുമല്ല. പോസിറ്റീവ് വന്നാൽ വരും, ഇല്ലെങ്കിൽ ഇല്ല. നെഗറ്റീവിലൂടെ പോവാണെ പോട്ടെ, ഞാൻ എന്ത് ചെയ്യും? എനിക്കിപ്പോ ആരുടെ മനസ്സ് നിയന്ത്രിക്കാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ, ഏഴാം മറവിലെ നടനെ പോലെ. സോ എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ, പോകുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ നിയന്ത്രിക്കാൻ ഒരു കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആക്കാൻ വേണ്ടി ചേച്ചി ശ്രമിക്കുമായിരുന്നു? പിന്നെ ചെയ്യത്തില്ലേ? അതില് അങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഫസ്റ്റ് തന്നെ ചെയ്യുന്ന എന്തായിരിക്കും? അതായത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ് സെക്ഷൻ ആണോ ചേഞ്ച് ചെയ്യാൻ പോവാ? ചേഞ്ച് ചെയ്യേണ്ടത് കമന്റ് സെക്ഷനാ ചേഞ്ച് ചെയ്യുന്നത്. കാരണം അയ്യോ, നട്ടാപ്പൊരുക്കാത്ത കള്ളങ്ങളും വൃത്തികേടും. കഴിഞ്ഞ ദിവസം ദാസേട്ടനൊരു ഞങ്ങളുടെ ഒരു വീഡിയോക്ക് വന്നൊരു കമന്റിന് കേസ് വരെ കൊടുത്തു അദ്ദേഹം. അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ മരിച്ച സുധിച്ചാണ്ട് എഴുന്നേറ്റ് വന്ന് അവന്റെ ചെവിക്കല് പറിച്ചടിക്കും. അതുപോലത്തെ അമ്മാതിരി വൃത്തികേട്. അത് ഈ കമന്റ് ചെയ്യുന്നവര് പറയുന്നതെന്ന് വെച്ചാൽ അവര് സുധിച്ചേന്റെ ഭാര്യയെ തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. എന്ത് തെറ്റിലേക്ക്? ഇപ്പൊ ഈ നടീനടന്മാരെല്ലാം ചെയ്യുന്ന തെറ്റാണോ സുഹൃത്തെ? തെറ്റാണോ? ഞാൻ ഐശ്വര്യ റോയ് അല്ലാത്ത കൊണ്ട് എനിക്ക് അഭിനയിക്കണ്ടേ എന്ന് പറഞ്ഞു, എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാതിരിക്കണം, അതെന്റെ ഇഷ്ടമല്ലേ? മനസ്സിലായോ? അതിനകത്ത് ഇവരെന്തിനാണ് ഇടപെടുന്നത്? എന്ത് തെറ്റ്? അഭിനയം തെറ്റാണോ? അഭിനയമാണ്, അതൊരു ജോലിയാണ്, അതൊരു പ്രൊഫഷനാണ്. അതും നമ്മുടെ പേഴ്സണൽ സ്വഭാവമായിട്ട് എന്തിനു ബന്ധപ്പെടുത്തുന്നു? അതുപോലെ ചേച്ചിക്ക് നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരാറുണ്ടല്ലോ. അതിൽ ചേച്ചിക്ക് ഫസ്റ്റ് തന്നെ അതുപോലെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തൊരു കമന്റ് ഏതാന്ന്? ഫീൽ ചെയ്ത ചിരിക്കാനും ഉണ്ട് കേട്ടോ. ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്ത കമന്റ് എന്ന് പറഞ്ഞാൽ, ഞാനും ദാസേട്ടനും കൂടെ സുധിച്ചേട്ടനെ കൊന്നു. എന്തിനാ എനിക്കറിയില്ല. പിന്നെ ചിരിക്കാനുള്ള കമന്റ് എന്ന് വെച്ചാൽ, ദാസേട്ടന്റെ മണമുള്ള സ്പ്രേ ഉണ്ടാക്കുമോ? ഇതൊക്കെയാണ് ചിരിക്കാനുള്ള കമന്റ്സ് വന്നിട്ടുള്ളത്. സുജേന്റെ ഫാമിലി ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കും, എടുത്തി ഞാൻ ഇന്ന സിനിമ ചെയ്ത് ഇന്ന ഇത് ചെയ്ത് നന്നായിട്ടിരിക്കുന്നു, രേണുവിന് ഇഷ്ടമുള്ള ചെയ്യുക കേട്ടോ, അല്ലാതെ അഭിപ്രായമൊന്നും എന്നോട് പറയത്തൊന്നുമില്ല. നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ എടുത്ത് ഇങ്ങോട്ട് പറയും, നല്ലതായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അതുപോലെ ചേച്ചിയുടെ വിഷു ഷൂട്ടിന്റെ ഫോട്ടോസ് ആണ്. വാവ്, ഞാൻ തന്നെ വാവ് വെച്ച് പൊളി. ആരാ? ഞാനായിരുന്നു. അതായത് കുറച്ചൊക്കെ എക്സ്പോസ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ ചേച്ചി വയറ് കാണിച്ചാണോ എക്സ്പോസ്? ചെയ്തിട്ടുണ്ട്. അതെനിക്ക് എന്റെ കംഫർട്ടബിലിറ്റിയിലുള്ള ഒരു എക്സ്പോസിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മുന്നോട്ട് എന്റെ കംഫർട്ടബിലിറ്റിയിലുള്ള എക്സ്പോസ് ഞാൻ ചെയ്യും. ആ ഒരു ക്യാരക്ടറിനനുസരിച്ച് അല്ലെ ആ ഒരു ഫോട്ടോഷൂട്ടിനനുസരിച്ച് എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഞാൻ ചെയ്യും. എനിക്കും കൂടെ കംഫർട്ട് ആകണം. ആണ്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടിന് സമ്മതിക്കുമായിരുന്നോ? സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുധിച്ചേട്ടൻ ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ചോദിക്കാതെ, ചോദിച്ചേട്ടാ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തോട്ടാ സമ്മതിക്കുമോ? അപ്പൊ അദ്ദേഹം ഒരു മറുപടി പറയും. ആ മറുപടി എനിക്ക് പറയായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ ഉത്തരവില്ലല്ലോ, 2 വർഷം കഴിഞ്ഞില്ലേ. അതുപോലെ ചേച്ചിയുടെ വീഡിയോക്ക് വന്നൊരു കമന്റ് ആണ് ചേച്ചി, പറഞ്ഞോളൂ. റീച്ച് ഇല്ലാത്തവർ ഈ പാവത്തെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു, അവർക്ക് എന്നിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയും കിട്ടുന്നു. ചേച്ചിക്ക് എന്താ തോന്നിയത്? ശരിയായിട്ട് തോന്നുന്നുണ്ടോ? അതായത് അവരുടെ റീച്ചിന് വേണ്ടിട്ട് ചേച്ചിയെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ചേച്ചിക്ക് ഫുൾ കിട്ടുന്ന മൊത്തം നെഗറ്റിവിറ്റി. ഞാൻ എങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ റീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തർ ഈ പറഞ്ഞ കമന്റ് ഇട്ടവരും അവരുടെ റീച്ചിനല്ലേ കമന്റ് ഇട്ടേക്കുന്നത്? ആണോ? ഈ പറയുന്നത് അവരുടെ റീച്ചിനല്ലേ കമന്റ് ഇടുന്നത്? ആരാ റീച്ചിനില്ലാതെ നിൽക്കുന്നവര്? ഈ സോഷ്യൽ മീഡിയ പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീച്ചിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല. നമുക്കൊരു ചെറിയ എന്താ പറയുക, പേയ്മെന്റ് ചെയ്യും, നമ്മൾ ഷൂട്ട് ചെയ്യും, നമ്മൾ തിരിച്ചു പോരുന്നു. അതിൽ കൂടുതൽ എന്നെ സംബന്ധിച്ച് ചില ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഷൂട്ട് അവര് പറയുന്ന കേട്ടോ, ഞാൻ പറഞ്ഞല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഫോട്ടോ എടുക്കുന്നവര്, ഫോട്ടോഗ്രാഫേഴ്സ്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്നതാണ്. ചില ആർട്ടിസ്റ്റുകളൊക്കെ അവർ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അടുത്ത് പോസ്റ്റ് എടുക്കുന്നതിനും അവർ കാണും, ഇത് പറ്റത്തില്ല,
എന്നെ സംബന്ധിച്ച് ഔട്ട് ഇറങ്ങുമ്പോഴാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ കണ്ട് ക്ലിയർ ആക്കണം അങ്ങനെയൊന്നും ഇല്ല. ഒന്നുമില്ല, ഔട്ട് ഇറങ്ങുമ്പോ കാണും, ആ കൊള്ളാം, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് സന്തോഷമല്ലേ? അവർക്ക് സന്തോഷം, അവർക്ക് പണി കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഇതിന് മാറ്റണ കാണിക്കണ്ട, നിങ്ങൾ ഔട്ട് ഇറങ്ങുമ്പോ കണ്ടാൽ മതി. ഈ ചേച്ചിയെ മനഃപൂർവ്വം മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ എത്ര പറഞ്ഞാലും അവരത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും, മനഃപൂർവ്വം മോശക്കാരിയാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുക, ഞാൻ ചെയ്യുന്നത് ഞാനും ചെയ്യും. നിങ്ങൾ പറയാനുള്ളത് പറയുക, ഞാൻ ചെയ്യാനുള്ളത് ഞാൻ എൻ്റെ വഴി കൂടെ ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആൽബം ചേച്ചി അഭിനയിച്ചു. ഇനി വരാനിരിക്കുന്ന വർക്കുകൾ ഏതൊക്കെ ചേച്ചിയുടെ? സിനിമ ഞാൻ പറഞ്ഞല്ലോ, ദയാവധം, നിശ്ചയം, ചേഞ്ച് അഭിനയിക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് വർക്ക് കരിമിഴി കണ്ണാലെ, നല്ലൊരു ആൽബം. ഇന്നലെ ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ആൽബം ഇപ്പം ആൽബത്തിന്റെ കുറെ വിഷ്വൽസ് ഒക്കെ ഏകദേശം കേരളത്തിലെ ജനങ്ങളൊക്കെ കണ്ടു കാണും. പക്ഷെ പാട്ട് കണ്ടിട്ടില്ല. നല്ല പാട്ടാണ്. എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴല്ലേ ഒരു ആൽബം ആകുന്നത്. നല്ല ഹാപ്പി മൂഡിൽ ചെയ്ത ആൽബമാണ്. പിന്നെ ഉള്ളത് പിന്നെ ഈ സിനിമകള്, പിന്നെ കുണുങ്ങി ദാസേട്ടൻ കോഴിക്കോട് ഞാനും അഭിനയിച്ചൊരു ആൽബം, അത് ഇറങ്ങാനുണ്ട്. ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടോ ചേച്ചി? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കൊച്ചിൻ സംഗമിത്രയുടെ ഇരട്ട നഗരം എന്ന് പറയുന്ന ഗോൾഡൻ ജൂബിലി നാടകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇനി നാളെയുണ്ട് വർക്കലയിലും ഉണ്ട്. അപ്പം അത് ഇനി വർക്കല കഴിഞ്ഞു അങ്ങനെ ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ 10-40 സ്റ്റേജ് കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും റിഹേഴ്സൽ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ലടാ, നമ്മൾ പച്ചവെള്ളം പോലെ പഠിച്ചില്ലേ ഇതായിരുന്നു. ഇനി എന്നാ റിഹേഴ്സൽ എടുക്കാൻ ഒരേ തുറക്കത്തെ തട്ടി വിളിച്ചു കഴിഞ്ഞാൽ നാടകത്തിന്റെ ഡയലോഗ് പറയും. അതുപോലെ ആയിക്കഴിഞ്ഞു. ഇത്ര സ്റ്റേജ് നമ്മൾ കൈകാര്യം ചെയ്യുമല്ലേ.